നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എവിടെ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫീലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ലോട്ടസ് ഹെർബൽസിന്റെ വൈറ്റ് ഗ്ലോ ജെൽ ക്രീം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് ലോട്ടസ് ഹെർബൽസുകാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പാച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾ സ്കിൻ ടൈപ്സിന് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് അറിയത്തില്ല. യൂസ് ചെയ്തപ്പോൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്യൂബ് തീർന്നു വന്നിട്ട് കേട്ടോ. കാരണം ഇതിലുള്ള ട്യൂബ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ട്യൂബാണ്. അപ്പൊ ഇത് പിന്നെ അത് മാത്രമല്ല 2-3 തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വല്ലാതെ അങ്ങ് കുറയുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാമെന്നാണ് നമ്മുടെ ലോട്ടസ് ഹെർബൽസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും നമ്മുടെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയം ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് മോയ്സ്ചറൈസേഷൻ വളരെ കുറവ് മതി. അതുകൊണ്ടാണ് ഒരു സമയം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത്. 99 രൂപയാണ് വില വരുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇവർ സ്കിൻ വൈറ്റനിങ് എന്നൊരു പർപ്പസും കൂടി പറഞ്ഞിട്ടാണ് ഈ വൈറ്റ് ഗ്ലോ ക്രീം ഇറക്കിയിരിക്കുന്നത്. എന്നാലും സ്കിൻ വൈറ്റനിങ്ങിന് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. പക്ഷെ സ്കിന്നിന് നല്ലപോലെ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കറുത്ത പാടുകൾ ഉണ്ടല്ലോ, ഡാർക്ക് സ്പോട്ട്സ്, അത് നല്ലതുപോലെ മായ്ച്ചു കളയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട വിധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും നല്ല വൃത്തിയായിട്ട് തന്നെ മുഖം കഴുകാം. മുഖം കഴുകിയതിനു ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസറിന് പകരമായിട്ട് നമുക്ക് ഈ ലോട്ടസിന്റെ ഈ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടോണർ അപ്ലൈ ചെയ്തിട്ട് സെറം യൂസ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ ആയിട്ട് ഈ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഇതിന്റെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നല്ലതുപോലെ കൂളിംഗ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൂൾ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോട്ടസിന്റെ സൺസ്ക്രീൻ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു പ്രത്യേകതര സ്മെല്ലാണ് അല്ലെ. ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്രീമിൽ നിന്നും കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഫിംഗറിൽ എടുക്കാം കേട്ടോ. അപ്പൊ എന്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണം കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് അത്യാവശ്യം നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എവിടെ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫീലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് നമ്മുടെ ലോട്ടസിന്റെ ഹെർബൽസ് വൈറ്റ് ഗ്ലോ ക്രീമിന്. SPF 25 PA+++ അടങ്ങിയതാണെന്ന് പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു സൺസ്ക്രീമിന്റെ അത്രയും റിസൾട്ട് ഒന്നും മറ്റു ക്രീമുകളിലുള്ള സൺസ്ക്രീന് തരാൻ പറ്റത്തില്ല. പിന്നെ 7 ദിവസത്തിനുള്ള റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ലോട്ടസ് ഹെർബൽസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് 7 ദിവസത്തിലൊന്നും റിസൾട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു 2 ആഴ്ചയെങ്കിലും ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ എന്റെ സ്കിന്നിന്റെ ആയിരിക്കാം അത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലോട്ടസ് ഹെർബൽസ് വൈറ്റ് ഗ്ലോ ക്രീമിന്റെ കാര്യങ്ങൾ. അപ്പൊ വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്ട് കാണാൻ. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.